Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ് പഴയങ്ങാടിയിലെ ജനങ്ങൾ. മാട്ടൂൽ പുതിയങ്ങാടി ഭാഗത്തേക്കുൾപ്പെടെയുള്ള ജനങ്ങളെയാണ് ബസ് പണിമുടക്ക് ഏറെ ബുദ്ധിമുട്ടിലാക്കിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടാലിൽ അണ്ടർപാസേജ് നിർമ്മിക്കാനുള്ള നടപടികളില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പഴയങ്ങാടി മേഖലയിലെ ജനങ്ങളെ പണിമുടക്ക് ഏറെ വലച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും ദൂരെയിടങ്ങളിൽ നിന്നും ജോലിക്ക് എത്തേണ്ടവരും വ്യാപാരികളും മറ്റ് യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. ബുദ്ധിമുട്ടായി. നമ്മൾ രാവിലെ കാത്തിക്കണ്ട് വന്നു, സ്കൂൾ ബസ്സിലാണ് വന്നത്, അതുകൊണ്ട് ബുദ്ധിമുട്ടായി. ഇപ്പൊ KSRTC കുറെ നേരം കാത്തിക്കുന്നു. ഇനി എത്ര ദിവസം തുടരുന്ന അറിയില്ല. പാലം പൂട്ടിയത് കൊണ്ട് 1 മാസത്തേക്ക് അതും കഷ്ടപ്പെടും. ആശുപത്രി വന്നേ, ആഴ്ച വന്നേ, രാത്രിയായതുകൊണ്ട് ബസ്സില്ലല്ലോ, വീട്ടിൽ വന്ന് ഇനിയിപ്പം പോകാൻ വേണ്ടി, നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഗുരുജല്ല അവിടെ ആയിരിക്കും. ഞങ്ങളിപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് സമയമൊക്കെ ഉള്ളൂ. ട്രെയിൻ വന്നതിന് ട്രെയിൻ മിസ്സായതുകൊണ്ട് പിന്നെ സ്റ്റേറ്റ് ബസ്സിന് വന്നതാ. അറിയായിരുന്നു, പക്ഷെ ട്രെയിൻ മിസ്സായിപ്പോയി. യാത്രക്കാർ എത്താത്തതിനാൽ ഓട്ടോ തൊഴിലാളികളും പ്രയാസത്തിലായി. ജില്ലയിലെ സ്വകാര്യ ബസ് പണിമുടക്കിൽ പഴയങ്ങാടിയിലെ ജനങ്ങളും വലഞ്ഞു. സ്വകാര്യ ബസ്സുകൾ ഒന്നും നിരത്തിലിറങ്ങിയില്ല. മാട്ടൂർ പുതിയങ്ങാടി ഭാഗത്തേക്ക് ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് ഏറെ ബുദ്ധിമുട്ടിലായത്. യാത്രക്കാർ എത്താത്തതിനാൽ ഓട്ടോ തൊഴിലാളികളും പ്രയാസത്തിലായി. ജില്ലയിൽ മുഴുവൻ പണിമുടക്കുണ്ടെന്നറിയാതെ എത്തിയ യാത്രക്കാരും വലഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരും ആശുപത്രിയിലും മറ്റും എത്തി തിരിച്ചു പോകേണ്ടവരും ഏറെ ബുദ്ധിമുട്ടി. KSRTC സർവീസ് നടത്തിയിരുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു. ഉച്ചയോടെ KSRTCയും സർവീസ് നടത്താതിരുന്നത് ജനങ്ങൾക്ക് ഇരട്ടി ദുരിതമായി. ജില്ലയിൽ മുഴുവൻ പണിമുടക്കുണ്ടെന്നറിയാതെ എത്തിയ യാത്രക്കാരും വലഞ്ഞു. ചെറുകുന്ന് കണ്ണപുരം ചൈനാക്ലേ റൂട്ടിൽ ഏതാനും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇടത് സർക്കാരിന്റെ നെറികെട്ട ഭരണത്തിൽ പിറകോട്ടടിച്ച് കേരളത്തെ വീണ്ടെടുക്കാനെന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ നേതൃത്വത്തിൽ UDF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 7-ന് പയ്യന്നൂരിലെത്തും. യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകുമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 7-ന് വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് സ്വീകരണ പരിപാടി നടക്കുന്നത്. യാത്രയെ ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിന് സമീപം ജില്ലാ UDF നേതൃത്വം സ്വീകരിക്കും. തുടർന്ന് ബൈക്ക് റാലി, പഞ്ചവാദ്യം, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ പുതുയുഗ യാത്രയെ സമ്മേളന നഗരിയായ ഗാന്ധി പാർക്കിലേക്ക് ആനയിക്കും. യാത്ര വിജയിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഗാന്ധി പാർക്കിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഘടകകക്ഷി നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ തുടങ്ങിയവർ സംസാരിക്കും. യാത്രയുടെ പ്രചരണാർത്ഥം ഫെബ്രുവരി 6-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ നഗരത്തിൽ വിളംബര ജാഥ നടക്കും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ ഉമ്മർ പെരിങ്ങോം, കൺവീനർ SA ഷുക്കൂർ ഹാജി, DCC ജനറൽ സെക്രട്ടറിമാരായ AP നാരായണൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, സുധീഷ് കടന്നപ്പള്ളി, KK അഷ്റഫ്, B സജിത് ലാൽ, അഡ്വക്കേറ്റ് PJ സനു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒറ്റയ്ക്ക് കിണർ കുത്തി നാടിന് ജീവജലമൊരുക്കുകയാണ് കരിവെള്ളൂർ പുത്തൂരിലെ കുടുക്കേൻ പത്മനാഭൻ. ഇപ്പോൾ പത്മനാഭൻ കുത്തുന്നത് 204-ാമത്തെ കിണറാണ്. ഒറ്റയ്ക്കൊരാൾ കിണർ കുത്തുന്നത് അത്ര പരിചിതമായ കാഴ്ചയൊന്നുമല്ല. കരിവെള്ളൂർ പുത്തൂരിലെ കുടുക്കേൻ പത്മനാഭൻ ഒറ്റയ്ക്ക് കിണർ കുത്താൻ തുടങ്ങിയിട്ട് 54 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴും പത്മനാഭൻ കിണർ കുത്തുന്ന തിരക്കിലാണ്.
അതും കുഴൽക്കിണറുകൾ സർവ്വവ്യാപിയായ പുതിയ കാലത്ത്. 68 വയസ്സായി ഇദ്ദേഹത്തിന്. അച്ഛന്റെ കൂടെയാണ് ആദ്യമായി കിണർ കുഴിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടത്. പിന്നീട് അതൊറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. മണ്ണ് വലിച്ചു കയറ്റാൻ ഒരാളുടെ സഹായം തേടും. ചിലപ്പോൾ ഭാര്യ ശാന്ത സഹായിക്കും. ഇപ്പോൾ മരുമകൻ ഗംഗാധരനാണ് സഹായി. പത്മനാഭൻ കുഴിച്ച കിണറുകളിലെ മിനുക്കുപണികളെല്ലാം തന്നെ ഇദ്ദേഹമാണ് ചെയ്യുക. ഒരു കിണർ കുഴിക്കാനുള്ള സ്ഥലത്തെത്തിയാൽ പത്മനാഭൻ അറിയാം എത്ര കോലിൽ വെള്ളം കാണുമെന്ന്. അത് ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ ഒരു 14 വയസ്സ് മുതൽ അച്ഛൻ്റെ ഒന്നിച്ചു കൂടി ഇങ്ങനെ കിണർ പണി തുടങ്ങി. അപ്പോൾ ആദ്യം ചെറിയ പ്രായത്തിലാണ്ട് മേലെ നിന്ന് മണ്ണ് എടുത്ത് തട്ടും. അച്ഛൻ അടിയിൽ നിന്ന് കളിച്ച് കോരിയിട്ട് വലിച്ചു തരും. അപ്പോൾ അവിടുന്ന് കുറച്ച് കാലം 2-3 കൊല്ലം കഴിയുമ്പോൾ കിണറിലിറങ്ങി കളിക്കാൻ പറഞ്ഞു. അങ്ങനെ കളിച്ചു. അവിടുന്ന് പിന്നെയും കുറച്ച് കാലം കഴിയുമ്പം പടയര പണിയെല്ലാം എടുക്കാൻ പറഞ്ഞു. അതെല്ലാം അങ്ങനെ പഠിച്ചു. അതിന് ശേഷം ഒറ്റക്കന്നെ കിണർ കുഴിക്കാൻ തുടങ്ങി. കിണർ കുഴിച്ച് നമ്മുടെ നാട്ടിലും അടുത്ത പ്രദേശങ്ങളിലെല്ലാം ഏകദേശം കൊടക്കാട്ട്, ആലപ്പുഴമ്പ്, പുത്തൂർ, ചീമേനി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം കിണർ കുഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുഴിച്ചുകൊണ്ട് നിൽക്കുന്നത് 204-ാമത്തെ കിണറാണ്. സഹായികളായിട്ട് 2 അനുജന്മാരുണ്ടായിന്. അവർ ഓരോരാൾ ഓരോരോ പണിക്ക് ഇങ്ങനെ മാറിപ്പോകുമ്പം ഇപ്പം മരുമകനുണ്ട് ഗംഗാധരൻ. ഇപ്പോൾ അനിയും കൂട്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പുത്തൂർ, കൊടക്കാട്, ചീമേനി, ആലപ്പടമ്പ് എന്നിങ്ങനെയുള്ള ദേശങ്ങളിലെല്ലാമായിട്ടാണ് കിണറുകൾ കുഴിച്ചിട്ടുള്ളത്. 204-ാമത്തെ കിണർ കുഴിക്കുന്നത് പുത്തൂർ അമ്പലം മൈതാനിയിലെ ഒരു വീട്ടിലാണ്. കുഴിച്ചു പോകുമ്പോൾ തന്നെ കല്ലുണ്ടെങ്കിൽ ചെത്തിപ്പോകുന്നതാണ് പത്മനാഭന്റെ രീതി. കുഴൽക്കിണറുകളിലെ ജലത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ കാലത്ത് കിണറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ഭാഗമായി പൊതുകൂട്ടായ്മകളിൽ നിന്നുള്ള അഭിപ്രായ സ്വരൂപണത്തിന് സംസ്ഥാന തലത്തിൽ തുടക്കം കുറിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഹാളിൽ കല്യാശ്ശേരി മണ്ഡലം ചാർജ് ഓഫീസർ ഡോക്ടർ ഷഹീൻ മുഹമ്മദ് നിർവഹിച്ചു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ഭാഗമായി മുഴുവൻ വീടുകളും കയറി ഭാവി കേരളത്തെ രൂപപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. വികസനക്ഷേമ പഠന പരിപാടിയുടെ അടുത്ത ഘട്ടമായി നവകേരള സൃഷ്ടിക്കായി പൊതുകൂട്ടായ്മകളിൽ നിന്നുള്ള അഭിപ്രായ സ്വരൂപണത്തിന് സംസ്ഥാനതലത്തിൽ തുടക്കം കുറിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിൽ നിന്നുമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിനിധികളടങ്ങുന്ന ഫോക്കസ് ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങളോടെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഹാളിൽ കല്യാശ്ശേരി മണ്ഡലം ചാർജ് ഓഫീസർ ഡോക്ടർ ഷഹീൻ മുഹമ്മദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ഇതേ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഇപ്പോൾ അത് VBG റാം എന്നുള്ള രീതിയിൽ വികസിത ഭാരത് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് റോസ്ഗർ ആജീവൻ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയ ഈ പദ്ധതിയിൽ കൃത്യമായി നിങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഈ നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? നിലവിലുള്ള പദ്ധതികളിൽ എന്തെങ്കിലും ഇൻപുട്ട് കൂടുതൽ വേണോ? ഏത് രീതിയിലാണ് അടുത്ത 5 വർഷം അല്ലെങ്കിൽ 2031 ആവുന്നതോടുകൂടി 75 വർഷം കേരളം ഉണ്ടായിട്ട് എത്തിച്ചേരുന്ന ഒരു ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഈ കേരളം നവകേരളമാവേണ്ടത്, പുത്തൻ കേരളമാവേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ കൂട്ടായ്മയിൽ നിന്നും അഭിപ്രായം ശേഖരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ വിവിധ കൂട്ടായ്മകൾ, അത് പാടശേഖര സമിതി ആയാലും അതേപോലെ ഓട്ടോ തൊഴിലാളികളായാലും മറ്റുള്ള അയൽക്കൂട്ടങ്ങളായാലും എല്ലാ രീതിയിലും നമ്മൾ വിവരശേഖരണം, അഭിപ്രായ ശേഖരണം നടത്തുന്നുണ്ട്. ജനകീയ സർക്കാർ ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളിലേക്ക് എന്ന ടാഗ് ലൈനോടെ ആരംഭിച്ച വികസനക്ഷേമ പഠന പരിപാടിയുടെ ഫോക്കസ് ഗ്രൂപ്പിൽ കച്ചവടക്കാർ, വിവിധ വിഭാഗങ്ങളിലുള്ള തൊഴിലാളികളുടെ കൂട്ടായ്മകൾ, അധ്യാപകരും ജീവനക്കാരും, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവതരിപ്പിക്കും. കുഞ്ഞിമംഗലം പഞ്ചായത്ത് NCRP ചാർജ് ഓഫീസർ MV സുനിൽകുമാർ പദ്ധതി വിശദീകരണം നൽകി. NCRP പഞ്ചായത്ത് തല അംഗങ്ങളായ K പ്രസാദ്, TV വിജയൻ, A ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റി പരിയാരം മേരി ഭവൻ മദർ ഹോമിലെ അമ്മമാർക്ക് വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും നൽകി. COA സംസ്ഥാന കമ്മിറ്റി മെമ്പർ K സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പ് പാറാൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ KO പ്രശാന്ത് നഗറിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കണ്ണൂർ ജില്ലാ സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി COA പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റി പരിയാരം മേരി ഭവൻ മദർ ഹോമിലെ അമ്മമാർക്ക് വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും നൽകി. COA സംസ്ഥാന കമ്മിറ്റി മെമ്പർ K സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ശീതീകരിച്ച ഒരു ഹാളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സമ്മേളനത്തിൽ ഉണ്ടാവുക. പക്ഷെ അതിനപ്പുറം കേബിൾ TV സർവീസ് എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർവീസാണ്. കാരണം ലോകത്തുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്കുള്ള സ്വീകരണ മുറിയിലെത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകളും നാടുമായിട്ട് എപ്പോഴും നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് കേവലം ഒരു റൂമിൻ്റെ ഉള്ളിൽ മാത്രം ആയി ഒതുങ്ങരുത് എന്നതിനപ്പുറം സാമൂഹ്യ ബന്ധമുള്ള ഒരു ഭാഗമായിട്ട് കൂടി സമ്മേളനങ്ങൾ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ പൊതു കാഴ്ചപ്പാട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 13-14 തീയതികളിൽ കൂത്തുപറമ്പ് വെച്ചിട്ടാണ് നമ്മൾ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നു വരികയാണ്. സ്കൂൾ കുട്ടികളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം പോലുള്ള കലാമത്സരങ്ങൾ, അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ, സാഹിത്യ മേഖലയിൽ മാധ്യമ സെമിനാർ പോലുള്ള അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സമ്മേളനത്തിൻ്റെ ഭാഗം ചെയ്യണം എന്നുള്ള നമ്മളൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചാരിറ്റി തന്നെയാണ്. നമുക്കറിയാം, ഇതുപോലുള്ള ഒട്ടനവധി കേന്ദ്രങ്ങൾ നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സിസ്റ്റർ ഗ്ലാഡിസ് സാധനങ്ങൾ ഏറ്റുവാങ്ങി. മേഖലാ പ്രസിഡന്റ് N പുരുഷോത്തമൻ, സെക്രട്ടറി N രഞ്ജിത്ത്, ജില്ലാ കമ്മിറ്റി മെമ്പർ KV ബൈജു, മേഖലാ ട്രഷറർ PV വിനോദ് കുമാർ, MP സതീഷ് കുമാർ, P പ്രശാന്ത്, ഗംഗാധരൻ MV, A ദീപേഷ് എന്നിവർ പങ്കെടുത്തു. സിസ്റ്റർ സാനിയ CSM നന്ദി പറഞ്ഞു. നമ്മളുള്ള സ്നേഹത്തെ പ്രതി കേരള വിഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇവർ തങ്ങളുടെ കൊച്ചു സമ്പാദ്യം എന്ന പോലെ ഇവർ ചെയ്യുന്ന ചെറിയൊരു നന്മ പ്രവൃത്തിയാണ് നമുക്കിന്ന് തന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച അതേറ്റ സ്നേഹത്തെ നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങളുടെ ഈ ഭവനത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്തതിനോർത്ത് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. അമ്മമാരുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ കണ്ണൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടും ഈ കരുതലുകൾ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വലിയേറിയ ഈ സമ്മാനം, വലിയേറിയ ഈ സാധനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സമ്പത്താണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അമ്മമാർക്ക് തരാൻ കാണിച്ച വലിയ സ്നേഹത്തെയും നിങ്ങളുടെ ഒരു ഒരുമയും കുറച്ച് ഞങ്ങളെ സന്തോഷിക്കുകയാണ്. ഇനിയും ധാരാളം ചെയ്യാനായിട്ട് ഇതുപോലെ ധാരാളം നല്ല പുണ്യപ്രവർത്തികളും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുറേ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അമ്മമാരോട് കുശലാന്വേഷണം നടത്തിയും വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് ഭാരവാഹികൾ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടപ്പാക്കി വരുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി 4ാം വർഷത്തിലേക്ക്. അതിന്റെ ഭാഗമായി നടക്കുന്ന പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താകമാനം ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പൊതിച്ചോർ വിതരണത്തെ മാതൃകയാക്കിയാണ് 2023 ഫെബ്രുവരി ആദ്യാഴ്ചയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോർ വിതരണം തുടങ്ങിയത്. ഡിവൈഎഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന EP ജയരാജനാണ് ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി വീടുകളിൽ തയ്യാറാക്കുന്ന 950 പൊതിച്ചോറുകളിലധികമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 വർഷം സ്നേഹം പൊതിഞ്ഞ 10,40,250 പൊതിച്ചോറാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്തത്. മികവുറ്റ സംഘടനവുമായി പെരിങ്ങോം, മാടായി, പയ്യന്നൂർ, തളിപ്പറമ്പ്, പാപ്പിനിശ്ശേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിലുള്ള മേഖലാ കമ്മിറ്റികളാണ് യൂണിറ്റ് തലത്തിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ ശേഖരിച്ച് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യുന്നത്. ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി വിതരണത്തിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പൊതിച്ചോർ വിതരണം ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി വന്നപ്പോഴാണ് പരിയാരം മെഡിക്കൽ കോളേജിലും നമുക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ നേരത്തെ തന്നെ ജില്ലാ ആശുപത്രിയും തലശ്ശേരി താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് പരിയാരത്ത് നമുക്ക് കൊടുക്കണം, പരിയാരത്ത് കൊടുക്കുമ്പോൾ വലിയ നമ്പറിലേക്കാണ് പോകേണ്ടതെന്നെല്ലാം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ സഹായമായിട്ട് ജനങ്ങൾക്ക് മാറും എന്നതുകൊണ്ടാണ്
മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിർബന്ധമായും പരിയാരത്ത് ഭക്ഷണം കൊടുക്കണമെന്ന് DYFI ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ പ്രവർത്തനം ആരംഭിച്ചത് 3 വർഷം പൂർത്തിയാവുകയാണ്. 3 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റുന്നു എന്നത്. ബ്ലോക്ക് ട്രഷറർ M. സജേഷ് അധ്യക്ഷത വഹിച്ചു. CP ഷിജു, P. ജിതിൻ, PK പ്രജേഷ്, CV ജിതിൻ രാജ്, GK അനുവിന്ദ്, TP ആദർശ്, മിഥുൻ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവജനങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവജനങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. 3 ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ച 20 ഗുണഭോക്താക്കൾക്കാണ് ഈ പ്രയോജനം ലഭിച്ചത്. ആകെ 20 ചെണ്ടയാണ് അനുവദിച്ചു നൽകിയത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത KV അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ പ്രീത MB സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നല്ല ഭക്ഷണം നല്ല നാളേക്ക് എന്ന മുദ്രാവാക്യവുമായി അന്നൂർ UP സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. നാടൻ വിത്തുകൾ ഉൾപ്പെടുത്തി ജൈവവളവും കീടനാശിനികളും ഉപയോഗിച്ചാണ് ഇവർ കൃഷി നടത്തുന്നത്. ജൈവ കൃഷിയോട് പുതുതലമുറയിൽ ആഭിമുഖ്യമുണ്ടാക്കാൻ അനുബന്ധ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ജൈവ കൃഷിക്കാരനുമായ വിനോദ് KP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വെള്ളരി വിത്ത് നട്ടിട്ട് വെള്ളരി ചെടി ഉണ്ടാക്കിയിട്ട് അതിന് വെള്ളരിക്ക പറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിന്നും അല്ലേ? അപ്പോൾ വെള്ളരിക്ക എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വെള്ളരിക്കയാണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചറും PTA പ്രസിഡന്റും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മുന്നൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ മുതിർന്ന എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മൾ കണ്ടത്തിലാണ് കൃഷി ചെയ്യുക. കണ്ടത്തിൽ നെല്ലുണ്ടാക്കുന്ന കണ്ടില്ലേ, അതായത് അറിയില്ലേ, അവിടെ കൃഷി ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ പണ്ട് കണ്ടായിരുന്നു, ഇപ്പോൾ ചരലിട്ട സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വെള്ളരി കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളരിൻ്റെ വിത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജൈവ കൃഷിയുടെ അനിവാര്യത എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. നടിയിലൊരുക്കലും വിത്ത് നടലും പ്രാരംഭ വളപ്രയോഗവും കുട്ടികൾ നേരിട്ട് കാണുകയും ചെയ്തു. PTA പ്രസിഡന്റ് AK ബിനേഷ് അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് PU ബിന്ദു, കൗൺസിലർ ആശ P, മദർ PTA പ്രസിഡന്റ് അശ്വതി പ്രകാശൻ, നാരായണൻ പുതുമന, സുധീഷ് P, ജൈവ കർഷകൻ മധു KC എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. EP രാജഗോപാലിന് 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂർ മാണിയാട്ട് വിജ്ഞാനദായിനി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദര സമ്മേളനം സംഘടിപ്പിച്ചു. സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ഉപഹാര സമർപ്പണം നടത്തി. നിരൂപകനും എഴുത്തുകാരനുമായ EP രാജഗോപാലന് 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മാണിയാട്ട് വിജ്ഞാനദായിനി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് പൗരാവലി ആദരവ് നൽകിയത്. സിനിമ നാടക സംവിധായകൻ പ്രിയനന്ദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടകങ്ങളായാലും അത് മാഷിയുടെ കാര്യത്തെ ഏൽപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ പറയുന്നത് ഇപ്പോൾ കേളു പോലെയുള്ള ഒരു നാടകത്തെ കൊണ്ടുവരുന്നത് ഒരു ചരിത്രത്തെ പകർത്തി വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ചരിത്രത്തിലെ ആ ഒരു കേളു നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് ആ നാടകം വായിക്കുമ്പോൾ വിട്ടുപോകുന്ന എന്തുകൊണ്ടാണ് അതിന് ചില കാര്യങ്ങൾ പറയാതെ പോയത് എന്ന് പോലും തോന്നും. അത്ര ഒരു വിങ്ങൽ എന്തുകൊണ്ടായിരിക്കും എന്ന് ആദ്യകാലങ്ങളിലൊക്കെ തോന്നും. ഇത് മാത്രമായിരിക്കില്ലല്ലോ കേളനായരുടെ ആത്മഹത്യക്കുള്ള വഴി എന്ന് നോക്കുമ്പോഴും നമ്മളൊരു വേറെ തരത്തിൽ മറച്ചു പിടിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിന് ആവശ്യമില്ലാത്ത. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VPP മുസ്തഫ പ്രഭാഷണം നടത്തി. രാജ്മോഹൻ നീലേശ്വരം പുസ്തക പരിചയം നടത്തി. മലയാള സാഹിത്യത്തിലെ EP രാജഗോപാലിനെ കുറിച്ച് ഡോക്ടർ KV സജീവൻ പരിചയപ്പെടുത്തി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, K. മോഹനൻ, K. സുരേഷ്, പിലിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി, പഞ്ചായത്ത് അംഗങ്ങളായ CH സന്തോഷ്, T. ലജിന, സംഘാടക സമിതി ജനറൽ കൺവീനർ C. സുരേശൻ, MV കോമൻ നമ്പ്യാർ, P. അപ്പുക്കുട്ടൻ, CM വിനയചന്ദ്രൻ, P. വേണുഗോപാലൻ, K. റിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യന്നൂർ ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കുഴപ്പം അതിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും പറയലുണ്ട്, എവിടുന്ന് ഇത് വാങ്ങിയും ചോദിക്കലുണ്ട്. നല്ലൊരു അട്രാക്ഷൻ തോന്നിയതാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മളിപ്പോ കഴിഞ്ഞ ജൂണില് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മകളുടെ വിവാഹത്തിനും കൂടി ഇവിടെ നിന്നാണ് സ്വർണം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മള് കുടുംബം വീട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരാളാണ്. അത് പറയുമ്പോഴും ഗുണഭോക്താക്കൾക്ക് ഏറ്റവും നല്ല സാധനം കൊടുക്കുക, അത് ഗുണമേന്മയുള്ളത്, അതോടൊപ്പം അതിന് ഏറ്റവും ചാരിറ്റി പ്രവർത്തനത്തിനായി അതിനുള്ള ലാഭം ഉപയോഗിക്കുക എന്നുള്ളത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ കാര്യമാണ്. പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം ഹെഡ് ശ്രീരാഗ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് സൽമാൻ എം പി, ഹരിത തമ്പാൻ, ഡോക്ടർ ബാലാമണി, പയ്യന്നൂർ ഷോറൂം മാനേജർ രബിനേഷ് OM എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 5 മുതൽ 11 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഡിവൈൻ ഹെറിറ്റേജ് ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പന ചെയർപേഴ്സൺ ശ്യാമള പ്രിയ പ്രശാന്ത് ആൻഡ് ഫാമിലിക്ക് നൽകിയും എത്തനിക് ഹാൻഡിക്രാഫ്റ്റ് ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പന ഹരിത തമ്പാൻ മേഘന സുധാകരൻ ആൻഡ് ഫാമിലിക്ക് നൽകിയും ഏറ അൺകട്ട് ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പന ഡോക്ടർ രജനി ശ്രീലത സതീശൻ ആൻഡ് ഫാമിലിക്ക് നൽകിയും മൈൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പന ഹന്നത്ത് മുഹമ്മദ് നിസാർ സുപ്രിയ രാജീവൻ ആൻഡ് ഫാമിലിക്ക് നൽകിയുമാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയിലെ സമരപന്തലിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്ന കർഷക സ്വരാജ് സമിതി ചെയർമാൻ സണ്ണി പൈക്കടയ്ക്ക് യാത്രയയപ്പ് നൽകി. സ്വാമി ആനന്ദ തീർത്ഥാശ്രമത്തിൽ ഗാന്ധിമാവിൻ ചുവട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനി പത്മഭൂഷൺ VP അപ്പക്കുട്ടൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വന്യജീവികൾക്കു മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്ന മുദ്രാവാക്യം സ്വാർത്ഥകമാക്കുന്നതിന്റെ ഭാഗമായി 2025 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം മുതൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിലും റിപ്പബ്ലിക് ദിനം മുതൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലും നടന്നുവരുന്ന കർഷക സ്വരാജ്യ സത്യാഗ്രഹം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കർഷക സ്വരാജ്യ സമിതി ചെയർമാൻ സണ്ണി പൈക്കട ഈരാറ്റുപേട്ടയിലെ സമരപന്തലിൽ ഫെബ്രുവരി 5 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നു. സണ്ണി പൈക്കടയ്ക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ ഗാന്ധിമാവിൻ ചുവട്ടിൽ വെച്ച് യാത്രയയപ്പ് സമ്മേളനം നടന്നു. സ്വാതന്ത്ര്യ സമര സേനാനി പത്മഭൂഷൺ VP അപ്പുകുട്ട പൊതുവാൾ സത്യാഗ്രഹ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തും ഗാന്ധിമാവിൽ നിന്ന് മാങ്ങാക്കുലയും കൈമാറി ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് AEO ഗാന്ധിയൻ KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. സണ്ണി പൈക്കട സമരത്തെക്കുറിച്ച് സംസാരിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ D സുരേന്ദ്രനാഥ് അഭിവാദ്യ ഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ഷോബി ജോസഫ്, AKP നാരായണൻ, PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ വെള്ളരിക്കുണ്ടിൽ നിന്നും വന്ന കർഷകർ ജാഥയായി എത്തി സണ്ണി പൈക്കടയെ യാത്രയയച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓടക്കുഴൽ അവാർഡ് ലഭിച്ച EP രാജഗോപാലൻ മാസ്റ്റർക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഡോക്ടർ EV രാമകൃഷ്ണൻ നിർവഹിച്ചു. ഓടക്കുഴൽ അവാർഡ് ലഭിച്ച EP രാജഗോപാലൻ മാസ്റ്റർക്ക് കരിവള്ളൂരിലെ 4 പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റുകളുടെയും 2 ഗ്രന്ഥശാല നേതൃസമിതികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഡോക്ടർ EV രാമകൃഷ്ണൻ നിർവഹിച്ചു. ഇങ്ങനെയുള്ള സാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ, അതിൻ്റെ ഒരു മാധ്യമത്തിലൂടെയാണ് ആശയങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം, ഇതൊക്കെ വലിയ ആശയങ്ങളാണ്.
പക്ഷെ അത് ഒരു വൈകാരിക ഒരു വശമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങണമെങ്കിൽ അതിന് കവിതകൾ വേണം, നാടകങ്ങൾ വേണം, ലേഖനങ്ങളും കഥകളും വേണം. ഇതില്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പാവങ്ങൾ എന്ന നോവലിൻ്റെ 100 വർഷം നാം ഈ കൊല്ലം ആഘോഷിച്ചു. എന്തുകൊണ്ട് പാവങ്ങൾ അത്രയും വലിയൊരു ക്ലാസിക്കായിട്ട് മാറി? ഫ്രാൻസ് എന്ന ഒരു വിപ്ലവത്തിന് ശേഷം, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള സമൂഹത്തിൻ്റെ ഒരു ആന്തരിക ജീവിതം, അതിൻ്റെ ആത്മീയ ജീവിതം, അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ അതിഭീകരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ വിക്ടർ ഹ്യൂഗോ ഒന്നും ആഘോഷിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ചടങ്ങിൽ അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ പ്രഭാഷണം നടത്തി. എം ശശിമോഹനൻ, കെ പി രാജശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഇ പി രാജഗോപാലൻ മാസ്റ്ററുമായി വർത്തമാനം മിണ്ടാട്ടം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. UDF എരമം കുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കും മത്സരിച്ചവർക്കും ആദരം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കും മത്സരിച്ചവർക്കും UDF എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ട സമ്പന്നത കൊണ്ടോ സമ്പന്നമായ ഒരു പരിപാടിയേക്കാളേറെ ഇത്തരമൊരു CPM-ന്റെ കോട്ടയിൽ വലിയ പോരാട്ടം നടത്തി മത്സരിച്ച് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടവരും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് രണ്ട് സീറ്റെങ്കിൽ 2 സീറ്റ് നേടിയെടുത്തവർക്ക് മുമ്പിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമായ കാര്യമാണ് എന്ന് ആമുഖമായി തന്നെ ഞാൻ സൂചിപ്പിക്കാം. എരമംകുറ്റൂർ പോലുള്ള സ്ഥലത്ത് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്ത് സത്യത്തിൽ നമുക്ക് മത്സരിക്കാൻ പോലും ഏറെ പ്രയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കായികപരമായി നേരിടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുള്ള മേഖലയിൽ ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നേറുന്ന നിങ്ങളെല്ലാവരും ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും UDF മുന്നണിക്കും ഏറെ കരുത്തുറ്റ. UDF ചെയർമാൻ ശ്രീധരൻ ആലന്തട്ട അധ്യക്ഷത വഹിച്ചു. TP മഹമ്മൂദ് ഹാജി, M ഉമ്മർ, മധു എരമം, അബ്ദുൽ ഖാദർ മൗലവി, സദാനന്ദൻ മാസ്റ്റർ, സാജു ആന്റണി, NV ശ്രീനിവാസൻ, ജോസഫ് കട്ടത്തറ, ജെയ്സൺ പൂത്തേട്ട്, ശാന്തകുമാരി ടീച്ചർ, കരിപ്പാൽ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയുഗ യാത്രയുടെ വിജയത്തിനായി മാതമംഗലം ടൗണിൽ വിളംബര ജാഥ നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. MNREGയെ അട്ടിമറിക്കുന്ന BJP സർക്കാരിനെതിരെ KSKTU, BKMU സംയുക്തമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കരുവെള്ളൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSKTU ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. MNREGയെ അട്ടിമറിക്കുന്ന BJP സർക്കാരിനെതിരെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെ KSKTU, BKMUവിന്റെ നേതൃത്വത്തിൽ സംയുക്തമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കരുവെള്ളൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSKTU ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ നിയമം കൊണ്ടുവന്നത് 2004 അധികാരത്തിൽ വന്ന ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് എന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് എന്ന് മാത്രമല്ല, അത് വരാനിടയായ സാഹചര്യം ഒന്നാം UPA ഗവൺമെന്റ് രൂപം കൊണ്ടുവന്നത് തന്നെ ഇടതുപക്ഷ MPമാരുടെ പിന്തുണയോടുകൂടിയാണ്. ചടങ്ങിൽ K രമേശൻ അധ്യക്ഷനായി. P രമേശൻ, ഡോക്ടർ MV വിജയകുമാർ, അപ്യാൽ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രക്തസാക്ഷി നഗർ കേന്ദ്രീകരിച്ചാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കരുവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ നടന്നു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളുടെ ഒരു അക്കാദമിക് നിലവാരം ഇന്നത്തെ ഒരു കാലത്ത് രക്ഷിതാക്കളും നമ്മുടെ സമൂഹം എല്ലാം നോക്കിക്കാണുന്നത് ആ വിദ്യാലയത്തിനകത്ത് നിന്ന് പരീക്ഷയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർക്ക് നേടുന്നവരുടെ എണ്ണം എത്ര, ഒപ്പം വിവിധ മത്സര പരീക്ഷകളുണ്ട്. ആ മത്സര പരീക്ഷകളിലെല്ലാം നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും അത് മികച്ച വിജയം കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അതോടൊപ്പം വിദ്യാലയത്തിനകത്ത് പാഠ്യ പദ്ധതികൾക്ക് പുറമെ പാഠ്യേതര മേഖലയിൽ അവർ എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ മുന്നേറുന്നു എന്നതിനെ സംബന്ധിച്ചെല്ലാം ഈ സ്കൂളിന് പുറത്ത് ബഹുജനം നല്ല നിലക്ക് നിരീക്ഷണം നടത്തുന്നു. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ പി വിജയകുമാർ, ഗോപിക ടീച്ചർ, സുജാത സിയു, ശ്രീനായി, ശിവാനന്ദൻ, സൗഭാഗ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഹരിപ്രസാദ്, പ്രിയേഷ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ ഫയർഫോഴ്സ് കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരന് പയ്യന്നൂർ മഹാദേവ ഗ്രാമം ഷട്ടിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ജയ്പൂരിൽ നടന്ന ദേശീയ ഫയർഫോഴ്സ് കായികമേളയിൽ ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മഹാദേവ ഗ്രാമം ഷട്ടിൽ ക്ലബ്ബ് മെമ്പറും തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസറുമായ കെ വി പ്രഭാകരന് അനുമോദനം നൽകി. മഹാദേവ ഗ്രാമം ഷട്ടിൽ കോർട്ടിൽ നടന്ന അനുമോദന ചടങ്ങ് പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രദീപൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മാറുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ഷട്ടിൽ കോർട്ടും ഇവിടുത്തെ കളിയും ഈ കളിയോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാമുള്ള ഈ നാട്ടുകാരുടെ സാന്നിധ്യവുമല്ല. അങ്ങനെ ഒരു സവിശേഷത ഇതിന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കെ കുമാർ അധ്യക്ഷത വഹിച്ചു. ബി പി രാജേഷ്, പി യു മനോഹരൻ, പി രവീന്ദ്രൻ, എം മോഹനൻ മാസ്റ്റർ, ഇ ശശിധരൻ, രാജു വാര്യർ, വി എം മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ വി പ്രഭാകരൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൂവപ്പ കുറ്റൂർ പുതിയപുരയിൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2026 ഫെബ്രുവരി 11, 12 തീയതികളിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.